ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനു ശ്രീകലയോടും മക്കളോടും ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ബാലൻ എന്തായാലും കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോവാണ്, നമുക്കും കൂടെ പോവാന്ന്. അപ്പോൾ ശ്രീകല പറയാം, എന്താ മനുഷ്യൻ നിങ്ങൾ പറയണേ, അവർ വലിയ കടയിലൊക്കെ പോയായിരിക്കും എടുക്കുന്നത്, നമുക്കവിടെ പോയി എടുക്കാനുള്ള പാങ്ങുണ്ടോ? എന്തുദ്ദേശിച്ചാൽ നിങ്ങളീ പറയണേ? എടി അതൊക്കെ വരും, നീ വാ ഇങ്ങോട്ട്, നമുക്ക് എൻ്റെ കയ്യിലല്ലേ അടവിരിക്കുന്നത്, നിന്നെ വാ. ഇത്രയും നാൾ നമ്മൾ എങ്ങനെയാണ് പോയത്, അതുപോലെ ഇനിയും അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കും. നമ്മൾ എന്തായാലും അവരെടുക്കുന്ന അതേ കടയിൽ തന്നെ നമ്മളും പോവും തുണിയെടുക്കാനായിട്ട്. എന്നിട്ട് അവർ ചിലവാക്കുന്ന ആ വകയിൽ നമുക്കുള്ളതും കൂടെ അങ്ങോട്ട് എടുക്കാടി എന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഗോമതി സ്റ്റോറി പോയി പലവചനം കാര്യങ്ങളൊക്കെ അന്ന് എടുത്തത്, അതുപോലെ നിങ്ങളെ ഐഡിയ എന്നും ഒരുപോലെ ഇരിക്കില്ല, ചിലപ്പോൾ പാളിപ്പോവും. എന്താന്ന് വെച്ചാലേ, അന്ന് ഗോമതി സ്റ്റോറി പോയി പലചരക്ക് പഞ്ചസാരയും അരിയും സാധനങ്ങളും വാങ്ങിച്ച പോലെ അല്ല, ലക്ഷങ്ങളും പതിനായിരക്കണക്കിനും വിലയുള്ള സാരികളും അതും ഇതും വിൽക്കുന്ന തുണിക്കടയാണ്. അവിടെ ചെന്ന് എല്ലാം കൂടെ വലിച്ചു വാരി എടുത്തിട്ടേ, ചിലപ്പോൾ അന്ന് നമ്മളോട് ബാലൻ പറഞ്ഞിരുന്നു ഞാൻ കൊടുത്തോളാന്ന്, മനസ്സിലായോ? നമ്മളെ കൊണ്ട് കൊടുക്കാൻ സമ്മതിപ്പിച്ചില്ല. പക്ഷേ ഇനി പോകുന്നിടത്ത് എല്ലാ ബില്ലും കൂടെ കൈ തന്നിട്ട് ഉദയഭാനു സാറ് തന്നെ എല്ലാം കൂടെ അങ്ങ് അടച്ചേന്നും പറഞ്ഞ് കൈ തന്നാലേ പണി പാളുവേ. ഒന്നും മിണ്ടാതിരിക്കടി, അതിനുള്ള അടവൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ എന്ന് എൻ്റെ കൂടെ വന്നാൽ മതി എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നേരെ ബാലൻ തുണിയെടുക്കാൻ പോകുന്ന അതേ തുണിക്കടയിൽ പോവാതിരിക്കുമ്പോൾ ശ്രീദേവി പെട്ടെന്ന്, അയ്യോ അച്ഛാ അത് വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം അതുപോലെ ഓരോ അഭിനയം കൊണ്ടങ്ങോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ. എടി നീ അതൊന്നും പേടിക്കണ്ട, കല്യാണ സാരി നിനക്ക് നല്ല സൂപ്പറായിട്ടുള്ളത് എടുക്കണ്ടേ? എന്തായാലും ഇനി എടുക്കാൻ പറ്റണേക്കെ അവിടെ പോയി എടുക്കാം, വാടകയ്ക്ക് വേറെ ഒന്നും എടുക്കണ്ടല്ലോ, ഇനി അതിനും പൈസ കൊടുക്കണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, വിദ്യയും കൂടെ ഇങ്ങോട്ട് വിളിക്ക്, എല്ലാവർക്കും കൂടെ പോവാം എന്നും പറഞ്ഞ് ഒരുങ്ങി ചമഞ്ഞ് നേരെ ചെല്ലുക. ഇതേ സമയം തന്നെ അവിടെ നമ്മുടെ ദേവമംഗലത്തുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയാണ് ബഡ്ജറ്റ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ബാലൻ്റെ അടുത്ത്. അപ്പോൾ ബാലൻ പറയാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഡ്രസ്സ് എടുക്കാൻ എല്ലാം കൂടെ കണക്കാക്കി ഞാൻ 1,00,000 രൂപയാണ് വച്ചിരിക്കുന്നത്. ആ 1,00,000 രൂപ കൊണ്ട് നമുക്ക് എല്ലാവർക്കും എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ദേ കയറി വരുന്ന കുടുംബസമേതം. അവരെ കാണുന്നതും ബാലൻ്റെ കണ്ണങ്ങ് തെളിഞ്ഞു കേട്ടോ. ഓ ദേ ഉദയഭാനു സാറ് വരുന്നു. ആഹാ നിങ്ങളെന്താ ഇവിടെ എന്നായി കേട്ടോ. അപ്പോൾ ഉടനെ ഉദയഭാനു സാറ് പറയാണ്, അതെ കല്യാണമല്ലേ, നമുക്ക് തുണി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ ചെന്ന് കയറാമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യം. കാരണം നമുക്കാണെങ്കിൽ ഷർട്ടും പാൻറ്റും മുണ്ടും ഒക്കെ ഏത് കടയിൽ പോലും എടുക്കാം. ഈ പെണ്ണുങ്ങൾക്കുള്ള സാരി, അതൊരു വല്ലാത്ത കാര്യമാണ്. എടുക്കണമെങ്കിൽ ഇതുപോലുള്ള കടകളിൽ തന്നെ വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അത് ശരി, അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തുണി എടുക്കാം. അങ്ങനെ ആയിട്ടോ. ഉടനെ ശ്രീകലയുടെ വക ഗോമതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറ, അയ്യോ ഗോമതി എന്താ ഒരുപാട് ക്ഷീണിച്ച് പോയല്ലോ. ആണോ, ഞാൻ ക്ഷീണിച്ചോ? പിന്നല്ലാണ്ട് അന്ന് കണ്ടതുപോലെയല്ല, കല്യാണത്തിരക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലേ. അത് ശരി. എന്നിട്ട് ഉടനെ പെട്ടെന്ന് ശ്രീദേവി ഭയങ്കര സോപ്പിട്ട് അച്ഛനോട് പറയാണ്, ബാലനോട്, എന്താ നിങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് തുണിക്കടയിൽ വന്നോ തുണിയെടുക്കാൻ? അപ്പോൾ കടയിൽ ആരാ ഉള്ള ഗോമതി സ്റ്റോറിൽ? കണ്ടോ അവളുടെ ആ ഒരു ആകാംക്ഷ കണ്ടോ എന്ന് ബാലൻ. കുടുംബത്തെ നല്ലപോലെ നോക്കുന്ന ഉത്തരവാദിത്തമുള്ള മക്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, കടയെക്കുറിച്ച് അവളുടെ ചിന്ത കണ്ടോന്ന്. അപ്പോൾ ഉടനെ ശ്രീദേവി എടുത്ത് പറയാണ് ഗോമതി, മോളെ അത് കുഴപ്പമില്ല, അവിടെ വേറെ ആളുണ്ട്, അവിടെ നോക്കിക്കോളും. പിന്നെ കല്യാണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമെങ്കിൽ എല്ലാവരും വന്നല്ലേ പറ്റൂ, അതുകൊണ്ടാണ് എല്ലാവരും കൂടെ വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ശ്രീദേവിയുടെ മതിപ്പ് കൂടിയിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിലും. ആനന്ദിൻ്റെ കണ്ണാണെങ്കിൽ ശ്രീദേവിയിൽ നിന്ന് മാറുന്നേ ഇല്ല, എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണം, മിണ്ടണം, അടുത്ത് നിൽക്കണം, ഇതൊക്കെ തന്നെ. അവസാനം തുണി എടുക്കാനായിട്ട് പോയി തുണിക്കടയിൽ ഒരു സെക്ഷനിൽ പോയി നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ വെഡ്ഡിങ് സാരിക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ എന്തായാലും ഇനിയും ഇവർക്കുള്ള സാരിയും ഡ്രസ്സും ഒക്കെ തന്നെ ബാലൻ തന്നെ എടുക്കേണ്ടി വരും, ആ ഒരു ഗതിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയിരുന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലനും ഗോമതിയും കൂടെ വെറുതെ നമ്മുടെ ശ്രീദേവി നോക്കുന്ന ആ സാരിയുടെ വില നോക്കുമ്പോൾ ദൈവമേ, 1,75,000 ഒക്കെയാണ്. മതി, ആകെ 1,00,000 രൂപയാണുള്ള എല്ലാവർക്കും എടുക്കാനായിട്ട്. ഉടനെ ഗോമതി പറയാൻ, മോൾ ഈ സാരിയൊക്കെ നോക്കും, ഞാനൊന്ന് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന്. അങ്ങനെ ബാലനെ വിളിച്ച് മാറി നിന്നിട്ട് പറയാണ്, എന്താ ബാലേട്ടാ ഇത്, സാരിക്കൊക്കെ എന്താ വില, ഇത്രയും വില കൂടിയതൊക്കെയാണ് ശ്രീദേവി നോക്കി പറക്കി എടുക്കണത്, നമുക്ക് സെക്ഷൻ അങ്ങോട്ട് മാറ്റിയാലോ? അപ്പം മീനാക്ഷി ഓടി വന്ന് പറയാം, അച്ഛാ ദേ അങ്ങോട്ട് പോയി നോക്കി, അവിടെയൊക്കെ വില കുറവാണ്, നമുക്ക് ആ സെക്ഷനിലോട്ട് പോവാം. ഒരു കാര്യം ചെയ്യും, ശ്രീദേവിനെയും അവരുടെ
അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. പക്ഷെ അവരോട് പറയണ്ട വിലയുടെ കാര്യമാണെന്ന്, നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ബാലൻ പോയി അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 10,000 രൂപയുടെ സാരിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല സാരികളാണ്. അപ്പോൾ ബാലന് ശരിക്കും കഷ്ടം. 1,00,000 രൂപയൊക്കെ ആവുന്നുണ്ട് ആ ഒരു വെഡ്ഡിങ് സാരിക്ക്. ഒരു പൂജ്യം കാണാണ്ട് 10,000 ആയി പോയത് കേട്ടോ. അങ്ങനെ 10,000 ആണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വിളിച്ച് അവിടെ കൊണ്ടുപോകും. അങ്ങനെ ശ്രീദേവിയുടെ ഡ്രസ്സ്, സാരി എല്ലാം എടുത്തു, ബില്ലും ഒക്കെ പാക്ക് ചെയ്തു, ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് അവരെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ ഉദയഭാനുവും ഭാര്യയും കൂടെ പറയണം, അതെ ഞങ്ങളെന്നാൽ എന്തെങ്കിലും ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോയാലോന്ന് വിചാരിക്കുക. അപ്പോൾ ഉടനെ ബാലൻ കയറി പറയാം, എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഞങ്ങൾ ബില്ലൊക്കെ അടച്ചിട്ട് വരാം, നിങ്ങൾ അങ്ങോട്ട് ചെന്നോ എന്നും പറഞ്ഞ് അവർ പറഞ്ഞ ഹോട്ടലിലേക്ക് ഞങ്ങൾ വന്നോളാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. തൊട്ട് പിറകെ ബില്ലും കാര്യങ്ങളുമായിട്ട് എല്ലാവരും കൂടെ ബാലനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ബില്ല് നോക്കുമ്പോൾ തകർന്നു പോയി. ആകെ 1,00,000 രൂപയുടെ ബഡ്ജറ്റാണ് ഉള്ളത്. എല്ലാം കൂടെ ആയപ്പോൾ 3,00,000 കൂടിപ്പോയി കേട്ടോ. 4-നും 3-നും ഇടയ്ക്കായിപ്പോയി. അയ്യോ, ബാലൻ തല കറങ്ങി വീഴുമെന്നുള്ള ചിന്തയിലായി. ഇനി എന്താ ചെയ്യുക? ആവശ്യമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞപ്പോഴേ അവിടെ ആര്യനും ആകാശം കൂടെ പറയാൻ തുടങ്ങി, എടാ നമ്മളെ വീട്ടിൽ ഇന്ന് വരെങ്കിൽ ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇഷ്ടമുള്ളത് എടുത്തോ, പൈസ നോക്കണ്ട എന്നെല്ലാം. എന്നിട്ട് ഇപ്പോൾ അതാണ് പറയണ അറേഞ്ച് മാരേജിൻ്റെ ഒരു ഗുണം എന്ന് ആര്യം പറയുമ്പോൾ ആകാശ് പറയാം, എടാ നീ ഒന്ന് മിണ്ടാതിരി, ഇനിയിപ്പോൾ മീനാക്ഷി കേൾക്കണമെങ്കിൽ ഇനിയിപ്പോൾ അത് മതി എന്ന് പറയാട്ടോ. അങ്ങനെ ആനന്ദ് പറയാം, അച്ഛാ എന്നാൽ പിന്നെ വാങ്ങിച്ച ഡ്രസ്സെല്ലാം നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ കുറഞ്ഞത് എടുത്താലോ? അതൊന്നും വേണ്ട, നാണക്കേടാ. ഇനിയിപ്പം എന്തായാലും നമ്മൾ ഇറങ്ങിപ്പോയില്ല, നനഞ്ഞു, ഇനി ആകെ കുളിച്ചിട്ട് തന്നെ കയറാം എന്ന് ബാലൻ പറയാണ്. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ എല്ലാം കൂടെ വാങ്ങിച്ച് കൊണ്ടു കൊടുക്കും. അപ്പോൾ ബാലൻ പറഞ്ഞേണ്ടി, മീനാക്ഷി ഞാൻ നോക്കിയപ്പോൾ അത് 10,000 ആയിരുന്നു. ഇല്ല, അച്ഛന് തെറ്റിയതാ, അത് 1,00,000 സാരിയായിരുന്നു. അയ്യോ, അങ്ങനെ 1,00,000 സാരിയായിരുന്നു, വെഡ്ഡിങ് സാരിയായിട്ട് ശ്രീദേവിക്ക് എടുത്തു കൊടുത്തേട്ടോ. അങ്ങനെ പെട്ടുപോയി. മുഴുവൻ പൈസയും കൊണ്ട് ആകാശിൻ്റെ കൊടുത്തിട്ട് അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഗോമതി എടുത്ത് പറയാം, എടി എൻ്റെ കയ്യിൽ കാശുണ്ട്, പക്ഷേ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വച്ചേക്കുന്നതല്ലേ, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തായാലും തൽക്കാലം ഡ്രസ്സിന് ഇത്രയായി എടുക്കാം എന്നും പറഞ്ഞ് എല്ലാം എടുത്തിട്ട് പോവാം. അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് ചെന്നിരിക്കാട്ടോ ഭക്ഷണം കഴിക്കാം. അപ്പോഴാണ് മീനാക്ഷി പറയണത്, ഇനിയിപ്പം ഇവിടുത്തെ മെനു ഒക്കെ ഭയങ്കര വിലയായിരിക്കുമല്ലോ എന്ന്. അങ്ങനെ മെനു ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആകാശ് വായിക്കുക, മട്ടൻ ബിരിയാണിക്ക് 400 രൂപയുണ്ട്, ബാക്കിയെല്ലാം കണക്കാണ്, എല്ലാത്തിനും 10, 200, 300, 400, 500 ഒക്കെ തന്നെയാണ് റേറ്റ്. അപ്പം സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓർഡർ ചെയ്യാം. ഇനിയിപ്പം അപ്പം മിത്ര പറയാം, മീനാക്ഷി ചേച്ചി മിക്കവാറും നോക്കിക്കോ, അവർ തന്നെ ഓർഡർ ചെയ്യുമെന്ന് പറയാം. പറഞ്ഞു തീരണതിന് മുമ്പേ അവരിങ്ങി വന്നു കേട്ടോ. അപ്പോൾ ശ്രീകല പറയാണ്, അതെ ഞങ്ങൾ പറഞ്ഞ വഴി കുറച്ച് ബ്ലോക്കായിപ്പോയി, അതുകൊണ്ടാന്ന് പറയാം. അത് സാരമില്ല, ഇരിക്കൂ എന്നും പറഞ്ഞിട്ടും എന്താ കഴിക്കാൻ വേണ്ടത്? അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, എല്ലാവരും വന്നല്ലോ, ഇനിയിപ്പം ഞാനങ്ങ് ഓർഡർ ചെയ്താലോ എന്ന് പറയുമ്പോൾ ഉടനെ ശ്രീകല പറയാം, മീനാക്ഷി അതിനെ കല്യാണ പെണ്ണ് നമ്മുടെ ശ്രീദേവി അല്ലേ, ശ്രീദേവി തന്നെ അങ്ങ് ഓർഡർ ചെയ്യട്ടെ എന്ന്. മിത്രയും മീനാക്ഷിയൊക്കെ അന്തം വിട്ട് പോയി കേട്ടോ. മിത്ര പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.